ഇന്ന് നമ്മൾ ടെലസ്കോപ്പിലൂടെ ഒരു ചിത്രശലഭത്തെയാണ് കാണാൻ പോകുന്നത്. നമ്മൾ ഭൂമിയിൽ കാണുന്ന ചിത്രശലഭമല്ല, ആകാശത്ത് രാത്രിയിൽ കാണാൻ സാധിക്കുന്ന മനോഹരമായ ഒരു ചിത്രശലഭം. നമ്മുടെ സ്വന്തം ഗാലക്സിയിൽ തന്നെയാണ് ഈ ചിത്രശലഭം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ്. ആ കൂട്ടങ്ങളുടെ രൂപം ഒരു ചിത്രശലഭത്തിൻ്റെ രൂപത്തോട് സാമ്യമുള്ള രൂപമാണ്. അതുകൊണ്ടാണ് ഇതിന് ബട്ടർഫ്ലൈ ക്ലസ്റ്റർ എന്നുള്ള ഒരു പേര് ലഭ്യമായിരിക്കുന്നത്. മെസ്സിയർ 6 എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്, M6 എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, NGC 6405 എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ടെലസ്കോപ്പ് എല്ലാം കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ടെലസ്കോപ്പിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫോണിലെ സ്റ്റാർ സെൻസ് ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് M6 സെലക്ട് ചെയ്യാം. അതിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. അപ്പോൾ ഫോണിൽ അതിൻ്റെ ദിശ കാണിച്ചു തരുന്നതാണ്. ആ ദിശ നോക്കിക്കൊണ്ട് നമുക്ക് ടെലസ്കോപ്പ് സാവധാനം അവിടേക്ക് തിരിക്കാം. ഈ ടെലസ്കോപ്പ് തിരിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ കയ്യിൽ ക്യാമറയും പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണുന്നതിൽ ഒരു ചെറിയ തടസ്സം അനുഭവപ്പെടുന്നത്. എല്ലാവരും ദയവായി ക്ഷമിക്കുക. നമുക്ക് മനോഹരമായിട്ടുള്ള ആ ദൃശ്യത്തിലേക്ക് തന്നെ കടക്കാം. ഇപ്പോൾ സാവധാനം നമ്മുടെ ടെലസ്കോപ്പിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന മെസ്സിയർ 6നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറക്കം കാരണമാണ് ഇങ്ങനെ നക്ഷത്രങ്ങളൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ചന്ദ്രനും ഇപ്രകാരം തന്നെയാണ് ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നുക. ഈ ബട്ടർഫ്ലൈ ക്ലസ്റ്ററിൽ അടങ്ങിയിരിക്കുന്ന നക്ഷത്രങ്ങൾ അത് വളരെയധികം പഴക്കം കുറഞ്ഞ നക്ഷത്രങ്ങളാണ്. അതായത് ചെറുപ്പമായിട്ടുള്ള നക്ഷത്രമാണ്. അവയുടെ ഒരു ശരാശരി പ്രായമെന്ന് പറയുന്നത് ഏകദേശം 10 കോടി വർഷങ്ങൾ മാത്രമാണ്. 10 കോടി നിസ്സാരമായ ഒരു കാലഘട്ടമാണ്. കാരണം നമ്മുടെ സൗരയൂഥം എടുക്കുകയാണെങ്കിൽ 450 കോടി വർഷത്തെ പഴക്കമുണ്ട് സൗരയൂഥത്തിന്. അപ്പോൾ ഇത് വളരെ പഴക്കം കുറഞ്ഞിട്ടുള്ള നക്ഷത്രമാണ്. ഈ ഒരു ദൃശ്യത്തെ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ കാണാൻ സാധിക്കും. അതിനുവേണ്ടി ഇതിൻ്റെ കുറേയധികം ദൃശ്യങ്ങൾ, ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിനെ എൻ്റെ പൈത്തൺ പ്രോഗ്രാമിങ്ങിലൂടെ അതിനെ മൾട്ടിപ്പിൾ സ്റ്റാക്കുകളാക്കി മാറ്റിയിട്ട് അതിലേക്ക് ഫിൽറ്ററിങ് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഫിൽറ്ററിങ് കൊടുത്ത് നമുക്ക് നല്ലൊരു ദൃശ്യമാക്കി മാറ്റാൻ സാധിക്കും. പക്ഷേ ഞാനിവിടെ സോഫ്റ്റ്വെയർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ തന്നെ കോഡ് ചെയ്തിട്ടുള്ള പൈത്തൺ കോഡുകളാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കോഡുകൾ ഉപയോഗിച്ച് നമുക്ക് സോഫ്റ്റ്വെയർ ഇല്ലാതെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്ററിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ഫിൽറ്ററിങ്ങുകളൊക്കെ നിരന്തരമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു സോഫ്റ്റ്വെയറിനെയും ആശ്രയിക്കാറില്ല. അപ്പം ഇങ്ങനെ നമ്മൾ ഫിൽറ്ററിങ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഡീകൺവല്യൂഷൻ നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഈ നക്ഷത്രങ്ങളുടെ ഈ പ്രകാശമൊക്കെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് അറ്റ്മോസ്ഫിയറിലൂടെ കടന്നിട്ടാണ്. അപ്പോൾ അത് അറ്റ്മോസ്ഫിയറിലൂടെ കടന്ന് നമ്മളിലേക്ക് എത്തിച്ചേരുമ്പം ഇവിടുത്തെ ടെർബുലൻസ്, അറ്റ്മോസ്ഫിയറിലുള്ള വാതകങ്ങളുടെ അല്ലെങ്കിൽ ഗ്യാസുകളുടെ ടെർബുലൻസ് കാരണം അവിടെ കൺവല്യൂഷൻ എന്ന ഒരു മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ നാച്ചുറലി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഡീകൺവല്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള ദൃശ്യങ്ങൾ ലഭ്യമാകുന്നത്. ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചിട്ട് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിച്ച് നിങ്ങളെ കാണിച്ചു തരണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ കാലാവസ്ഥ തന്നെ അതിന് അനുവദിക്കാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള വീഡിയോകൾ ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കാതെ പോകുന്നത്. അധികം വൈകാതെ തന്നെ മനോഹരമായിട്ടുള്ള കൂടുതൽ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.